നമസ്കാരം. റഹീമിൻ്റെ ഇംഗ്ലീഷിനെ കുറിച്ചാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ച നടക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് കുറേ കാലം പുറകോട്ടൊന്ന് ചിന്തിച്ചു പോയി ഞാൻ. അതായത് ചങ്ങനാശ്ശേരി NIT ഞാൻ ടാലി പഠിപ്പിക്കാൻ വേണ്ടി അവിടെ കയറി. എന്നെ അവിടെ അപ്പോയിൻ്റ് ചെയ്ത ഒറ്റ ഒരു കാരണം, എനിക്ക് ടാലി നന്നായിട്ട് പഠിപ്പിക്കാൻ അറിയാമെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് എന്നെ അവിടെ അവർ അപ്പോയിൻ്റ് ചെയ്തത്. അവിടെ അവിടുത്തെ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്നവർ തൊട്ടേ ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരാണ്. അവിടുത്തെ എല്ലാ സ്റ്റാഫും, വരുന്ന കുട്ടികളും ഒട്ടുമിക്ക പിള്ളേരും ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാവുന്ന കുട്ടികളാണ്. അപ്പോൾ ചില സ്പെഷ്യൽ കേസ് വരുമ്പം മാം എന്നെ വിളിച്ചിട്ട് ചോദിക്കും നമ്മൾ പഠിപ്പിക്കാമെന്ന്. അങ്ങനെ ആദ്യം വന്നൊരു കുട്ടി എന്ന് പറയുന്നത് തമിഴ് മാത്രം അറിയാവുന്നൊരു കുട്ടിയാണ്. അപ്പോൾ എനിക്ക് അമ്മാവൻ്റെ കൂടെ മിക്കവരും ഈ മണ്ഡലകാലം ആകുമ്പം തമിഴന്മാരൊക്കെ ശബരിമലയ്ക്ക് പോകാൻ വരാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഇച്ചിരി സംസാരിച്ചൊക്കെ എനിക്ക് കുറച്ചൊക്കെ തമിഴ് അറിയാം. ആ ഒരു കോൺഫിഡൻസ് വെച്ച് ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ആ കുട്ടി പഠിച്ചിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് വന്ന ഒരു കുട്ടി എന്ന് പറയുന്നത് ചെവി കേൾക്കില്ല, വർത്താനം പറയില്ല. അത് ജനിച്ചു വളർന്നത് ഗൾഫിലാണ്. ഒരു വിഷയമില്ല, ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ഇതുപോലെ വിളിച്ച് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റും, എന്താ ആംഗ്യ ഭാഷ പഠിപ്പിച്ചാൽ മതിയല്ലോ, ഈ പറഞ്ഞ പോലെ നമുക്ക് വിഷ്വൽസ് ഒക്കെ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കാമല്ലോ. അതും കഴിഞ്ഞു. പിന്നീട് വന്ന ഒരു കുട്ടി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാത്രമേ അറിയുന്നത്, അതിന് വേറെ ഒന്നും അറിയില്ല. അപ്പോൾ ഇതുപോലെ തന്നെ മിസ്സിനോട് ചോദിച്ചു നമ്മൾ പഠിപ്പിക്കാമെന്ന്. ഞാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ പറ്റില്ല. MCOM വരെ പഠിച്ചിട്ടും എനിക്കത് കൈകാര്യം ചെയ്യാൻ അറിയില്ല. ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മലയാളത്തിൽ 51 അക്ഷരമുണ്ട്, ചില അക്ഷരങ്ങൾ കൂട്ടി 56 അക്ഷരങ്ങളുണ്ട്. അതിൻ്റെ നേർ പകുതിയുള്ള ഇംഗ്ലീഷ് അക്ഷരം നമ്മൾ ആലോചിക്കണം. അത്രമേൽ സിമ്പിളാണ് ശരിക്കും ഇംഗ്ലീഷ് പഠിക്കാൻ. അപ്പം ഞാൻ ആ കാലമൊക്കെ കഴിഞ്ഞു. പിന്നെ കല്യാണം കഴിച്ചു, കുട്ടികളായതിനു ശേഷം ഞാൻ PhD കോച്ചിങ്ങിന് പോയി. കുറേ ലിസ്റ്റിലൊക്കെ ആയി കഴിഞ്ഞ് ഏജ് ഓവർ ആയി കഴിഞ്ഞപ്പോൾ ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കോഴ്സിനെ കുറിച്ച് ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് അങ്ങനെ എറണാകുളത്ത് പോയി ഞാൻ എൻ്റെ ഒരു കോഴ്സ് ചെയ്തു. അവിടെ നിന്നാണ് പഠിച്ചത്. ആ കോഴ്സ് കഴിയുമ്പോൾ തന്നെ മിക്കവരും അവർ ക്ലാസ് സ്വന്തം നാട്ടിൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പം എനിക്കും ഒരാഗ്രഹം തുടങ്ങണമെന്ന്. അപ്പം മല്ലപ്പള്ളി എനിക്കിതുപോലെ ഒരു റൂം കിട്ടി. ഞാൻ അതിനകത്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ആദ്യത്തെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്, സത്യത്തിൽ കുറച്ച് അറിയാവുന്ന കുട്ടികൾ വന്നാൽ എനിക്ക് പഠിപ്പിക്കാൻ അറിയില്ല. അപ്പോൾ എനിക്ക് ആദ്യത്തെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഒരു 10 അല്ലെ 5-6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തെങ്കിലും ഇവർക്ക് മനസ്സിലാവും. ആ രീതിയിലുള്ള സ്റ്റുഡൻസിനെ വേണം എനിക്ക്. അന്ന് ഞാൻ എൻ്റെ ബുദ്ധിക്ക് ഞാൻ അങ്ങനെ എൻ്റെ മോൻ്റെ കൂടെ പഠിക്കുന്ന കുറേ കുട്ടികളുടെ പേരൻസിനെ എനിക്ക് കിട്ടി. അവരെ വെച്ചാണ് ഞാൻ ആദ്യത്തെ എൻ്റെ ക്ലാസ് തുടങ്ങിയത്. 7 പേരുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അവരെല്ലാം ഇതുപോലെ തന്നെ ഒരുപാട് പ്രായത്തിന് ശേഷം പഠിക്കുന്നവരല്ലേ. അപ്പോൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല, കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പോൾ ആ രീതി മാറ്റിയിട്ട് പിന്നെ ഞാനതെല്ലാം കുറച്ചുകൂടെ സിമ്പിളാക്കി അത് എൻ്റെ രീതിയിലാക്കി പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ചുകൂടെ കുട്ടികളിലേക്ക് എത്താൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ എനിക്ക് കുറേ കുട്ടികളുണ്ട്. ശരിക്കും വൈകുന്നേരം ഈവനിംഗ് ബാച്ചൊക്കെ കുറേ ആമ്പിള്ളേർ സെറ്റൊക്കെ വരുമായിരുന്നു. എനിക്ക് ഭയങ്കര എനർജി ആയിരുന്നു. കാരണം ഈ പിള്ളേർ സെറ്റിനോട് നമ്മൾ കൂടുമ്പോൾ നമ്മളും കുറച്ച് ചെറുപ്പമായവരൊക്കെ തോന്നും. അപ്പോൾ അവന്മാർ സത്യം പറഞ്ഞാൽ അവന്മാർ ഇപ്പോഴും ലീവിന് വരുമ്പോൾ എൻ്റെ അടുത്ത് കാണാൻ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഇംഗ്ലീഷ് എന്ന് പറയുന്ന അത്ര വലിയ വലിയ ബുദ്ധിമുട്ടുള്ള ഭാഷയൊന്നുമല്ല. പഠിക്കാൻ കുറച്ച് ഈസിയാണ്. ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ എന്തുമാത്രം ഗ്രാമറുണ്ട്, അത്രയൊന്നുമില്ല ഇംഗ്ലീഷിൽ ശരിക്കും നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. അത്യാവശ്യം പാസ്റ്റ് സിമ്പിളും ഫ്യൂച്ചർ സിമ്പിളും അല്ലെ പ്രസൻറ്റ് സിമ്പിളും അല്ലെ അതൊക്കെ അറ്റ്ലീസ്റ്റ് പാസ്റ്റ് സിമ്പിൾ പഠിച്ചെങ്കിൽ തന്നെ നമുക്ക് പകുതി പഠിച്ചു എന്ന് വേണം പറയാം. പിന്നെ കുറേ വെക്കാബുലറിയാണ് വേണ്ടത്. അതൊക്കെ കുറച്ച് വായിച്ച്, ഇതിനകത്ത് റഹീമിൻ്റെ പ്രശ്നമല്ല. അതായത് LLBയും PhDയും ചെയ്യാൻ പോകുന്ന ആൾക്ക് ഒട്ടും അറിയില്ല എന്ന് പറയുന്നത് ശരിക്കും നാണക്കേട് തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടാണോ ഇതൊക്കെ പുള്ളി എഴുതിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇനി അറ്റ്ലീസ്റ്റ് പുള്ളിക്ക് അറിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ഈ സംഭവത്തിലൊക്കെ പോകും. പുള്ളി ഒറ്റയ്ക്ക് അങ്ങ് പോവുകയല്ല ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഇത് തർജ്ജമ ചെയ്ത് മനസ്സിലാക്കി തരാനുള്ള ഒരാളെ പുള്ളിക്ക് കൂടെ കൂട്ടാമായിരുന്നു. ഇപ്പം നമ്മുടെ മന്ത്രിമാരൊക്കെ വിദേശത്ത് പോകുമ്പോൾ, അല്ലെ നരേന്ദ്രമോദി ആണെങ്കിലും വിദേശത്ത് പോകുമ്പോൾ അദ്ദേഹത്തിന് അറിയാത്ത ഭാഷയിലുള്ള രാജ്യത്തേക്കാണ് പോകുന്നതെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ കൃത്യമായിട്ട് അതിനൊരു വിദഗ്ധൻ കൂടെ കാണും, അല്ലേ? റഹീനെ പോലെയൊക്കെ എത്രയോ വർഷം പഴകിയ ഒരു സഖാവാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾ പോലും ഇല്ല എന്ന് പറയുന്നത് ലജ്ജാകരമാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരാളെ കൂടെ കൂട്ടാം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ അച്യുതാനന്ദൻ, നമ്മുടെ സ്വന്തം അച്ചുമാമ, അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്ന സമയത്ത് അദ്ദേഹം വീട്ടിൽ ആളെ വെച്ച് ഹിന്ദി പഠിച്ചിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണെന്ന് എനിക്കറിയില്ല. കാരണം പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രിയുമായിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർ ഹിന്ദിയിലായിട്ട് കോൺവെർസേഷൻ ചെയ്യേണ്ടി എന്തെങ്കിലുമൊക്കെ അവസരം വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെറും ഒരു തയ്യക്കാരനായ മനുഷ്യനാണെന്ന് ഓർക്കണം. അദ്ദേഹത്തിൻ്റെ ആ ഒരു പഠിക്കാനുള്ള ഒരു ആ സമയത്തും അത് പഠിക്കാനുണ്ടാക്കിയ ഒരു ആവശ്യകത കൊണ്ടാണ് അദ്ദേഹം പഠിച്ചത്, അല്ലേ? അതൊക്കെ ഒന്ന് ആലോചിച്ചാൽ ശരിക്കും റഹീമൊക്കെ ഇതൊക്കെ പഠിച്ചു കഴിയേണ്ട സമയം കഴിഞ്ഞു. ഹിന്ദിയും കാരണം ഇതുപോലെ രാഷ്ട്രീയ നേതാക്കൾ അറ്റ്ലീസ്റ്റ് ഹിന്ദിയും ഇംഗ്ലീഷും കൃത്യമായിട്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് സംസാരിക്കാൻ, ഫ്ലുവൻ്റായിട്ടൊന്നും സംസാരിക്കണമെന്നില്ല, പക്ഷേ അത്യാവശ്യമെങ്കിലും ഒന്ന് സംസാരിക്കാൻ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. എനിക്കും സത്യം പറഞ്ഞാൽ നാട്ടിലുള്ളതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഇംഗ്ലീഷിൻ്റെയും ഹിന്ദിയുടെയും ഒരാവശ്യം വരുന്നില്ല. പക്ഷേ
ഹിന്ദു ഈ പറഞ്ഞ ചെറുപ്പത്തിലെ ഹിന്ദി സിനിമയൊക്കെ കണ്ട് കുറച്ചൊക്കെ ഹിന്ദി നമുക്കറിയാം അല്ലേ, നമ്മൾ പഠിച്ചതുമാണല്ലോ. മോന് ഈ പറഞ്ഞ പോലെ മധ്യപ്രദേശിൽ പോയ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെയും ഹിന്ദിയുടെയും ഒക്കെ ഒരു ആവശ്യം എനിക്ക് മനസ്സിലായത്. കാരണം അവിടെ ചെന്ന് അവർക്ക് വേറൊരു ഭാഷ, മലയാളം അറിയില്ല, വേറൊരു ഭാഷ അവർക്ക് അറിയില്ല. ശരിക്കും ഹിന്ദി എനിക്കറിയാമെങ്കിലും എനിക്കന്ന് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയൊരു അവസരം അന്ന് മാത്രമാണ്. കാരണം എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം എന്ന് സത്യം പറഞ്ഞാൽ എനിക്കൂടെ ഒരു ബോധം വന്നത് അന്നാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഇവരൊക്കെ അത്യാവശ്യം 1 മണിക്കൂറെങ്കിലും ആരെങ്കിലും ഒക്കെ വെച്ച്, അത് നാണക്കേട് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല, നമ്മുടെ ആവശ്യമാണ് അല്ലേ. അപ്പോൾ ആ അത്യാവശ്യം ഒന്ന് പഠിക്കുന്നത് ഏത് നേതാവാണെങ്കിലും എത്ര വലിയ നേതാവാണെങ്കിലും അത് നല്ലതാണെന്നേ പറയാനുള്ളൂ. ഇപ്പം റഹീമിന് ഇങ്ങനെ ഒരു സഖാവിന്, പ്രിയപ്പെട്ട സഖാവിന് ഇങ്ങനെ ഒരു ട്രോള് നേരിടേണ്ടി വന്നു. അപ്പം ഇതിൽ നിന്നെങ്കിലും ഒരു പാഠം ഉൾക്കണ്ട് ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇങ്ങനെ ഒരു ഇത്രയും സിമ്പിളായിട്ട് പഠിക്കാവുന്ന ഒരു ലാംഗ്വേജ് ആണെന്നത് പഠിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ അത്യാവശ്യം വായനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു ഭാഷയാണിത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.